ഫുഡ് സ്റ്റെപ്പ് ബെയറിംഗ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫുഡ് സ്റ്റെപ്പ് ബെയറിംഗ് എന്ന് പറഞ്ഞാൽ ഈസ് യൂസ്ഡ് ടു സപ്പോർട്ട് വെർട്ടിക്കൽ ഷാഫ്റ്റ് എൻഡ്സ് ഫോർ ആക്സിയൽ ലോഡ്. അതായത് വെർട്ടിക്കൽ ഷാഫ്റ്റുകളുടെ എൻഡ്, ഇതിപ്പോൾ നമ്മുടെ ഒരു ഷാഫ്റ്റ് ആണെങ്കിൽ ഇതിൻ്റെ വെർട്ടിക്കൽ ലോഡ് അല്ലേ, ഇത്തരം ലോഡുകൾ ഇതിൻ്റെ ബോട്ടം സൈസ്, ഇതിപ്പോൾ ഈ ഷാഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബോട്ടം എൻഡ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ബെയറിങ്ങിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫുഡ് സ്റ്റെപ്പ് ബെയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ഫുഡ് സ്റ്റെപ്പ് ബെയറിങ്ങിൻ്റെ അസംബ്ലി ഡ്രോയിങ് ആണ്. ഇപ്പോൾ ഫുഡ് സ്റ്റെപ്പ് ബെയറിങ്ങിൻ്റെ കുറച്ച് പാർട്സുകൾ തന്നിട്ടുണ്ട്. ഈ പാർട്സിനെ എല്ലാം കൂടെ അസംബിൾ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ അസംബ്ലി ഡ്രോയിങ് വരയ്ക്കുക. ആദ്യം നമുക്ക് അതിൻ്റെ പാർട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ബെയറിങ്ങിൻ്റെ മെയിൻ പാർട്സ് എന്ന് പറയുമ്പോൾ ഇത് ബെയറിങ്ങിൻ്റെ ബ്ലോക്കാണ്. ഇതെന്ന് പറയുന്നത് ബെയറിങ്ങിൻ്റെ ബ്ലോക്കാണ്. ഓക്കെ, അതിനുശേഷം ബെയറിങ്ങിൻ്റെ ബുഷാണ് നമ്മളിടുന്നത്. ഇത് ബെയറിങ്ങിൻ്റെ ബുഷ് എന്ന് പറയും. ഓക്കെ, ഇത് ബെയറിങ്ങിൻ്റെ ഡിസ്ക് എന്ന് പറയുന്ന പാർട്ടാണ്. ഈ ഡിസ്ക് എന്ന് പറയുന്ന പാർട്ട് ഇതിനിപ്പോൾ ഇതിൻ്റെ താഴെ ഈ ബ്ലോക്കിൻ്റെ താഴത്തെ സർഫസിൽ ഇടുന്നതാണ് ഡിസ്ക്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ബുഷ് ഇൻസേർട്ട് ചെയ്യുന്നു, അതിനുശേഷം ഡിസ്ക് ഇടുന്നു, ദെൻ ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഷാഫ്റ്റ്. ഈ ഷാഫ്റ്റിലൂടെയാണ് നമ്മൾ ആക്സിയൽ ലോഡ് ട്രാൻസ്ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ പാർട്സ്. ഏതൊക്കെയാണ്? അതിൻ്റെ ഒരു ബ്ലോക്ക് ഉണ്ടാവും, അതിനുശേഷം ഒരു ഡിസ്ക് എന്ന് പറയുന്ന പാർട്ടുണ്ട്, ദെൻ അതിൻ്റെ ബുഷ് എന്ന് പറയുന്ന മെയിൻ പാർട്ടുണ്ട്, ദെൻ ഷാഫ്റ്റ്. ഈ ബുഷും ഈ ഡിസ്കും യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഷാഫ്റ്റിൽ ഒരു ആക്സിയൽ ലോഡ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഷാഫ്റ്റ് എന്ന് പറയുന്നത് കറങ്ങുന്നതാണല്ലേ, സ്വാഭാവികമായിട്ടും ഇതിനെന്ത് തേയ്മാനം വരും. ഇതിനും തേയ്മാനം വരും, ഈ ഇരിക്കുന്ന ബെയറിങ്ങിനും തേയ്മാനം വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ ഷാഫ്റ്റിൻ്റെ തേയ്മാനം നമ്മൾ ഷാഫ്റ്റ് ഒന്നെങ്കിൽ നമുക്ക് റീപ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ ഇനി നമുക്ക് ഈ ബെയറിങ്ങിൻ്റെ ഈ ബുഷിനെ, ഇതിൻ്റെ സൈഡ് സർഫസ് വെയർ വന്നു കഴിഞ്ഞാൽ ബുഷ് കംപ്ലൈൻ്റ് ആവും അല്ലേ, ഇതിൻ്റെ ഏറ്റവും താഴത്തെ സർഫസിന് വെയർ വന്നു കഴിഞ്ഞാൽ ഡിസ്ക് കംപ്ലൈൻ്റ് ആവും. നമുക്ക് ഈ ബുഷും ഡിസ്കും റീപ്ലേസബിൾ ആണ്. ഓക്കെ, പറയുന്നത് മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ പാർട്സ് മനസ്സിലായോ? അസംബിൾ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും. അതിൻ്റെ ഒരു ക്രോസ് സെക്ഷണൽ കട്ട് സെക്ഷണൽ വ്യൂ ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇതതിൻ്റെ ബ്ലോക്കാണ്. ഓക്കെ, അതിനുശേഷം ഡിസ്ക് ഉണ്ട്, ദെൻ ബുഷ് ഇതാ ഇട്ടിട്ടുണ്ട്, അതിന് ലാസ്റ്റ് പീസ് എന്ന് പറയുന്നത് ഷാഫ്റ്റാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പാർട്സിൻ്റെ ക്രോസ് സെക്ഷണൽ വ്യൂസ് നമ്മൾ തന്നിട്ടുണ്ട്. ഇതെന്താണ്? അതിൻ്റെ ബ്ലോക്കാണ്. ബ്ലോക്കിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് ഈ തന്നിട്ടുള്ളത്. അതിൻ്റെ ടോപ്പ് വ്യൂ ആണിത്, മുകളിൽ നിന്ന് നോക്കുന്ന. നമ്മളൊന്ന് അസ്യൂം ചെയ്ത് നോക്കി, നേരത്തെ കണ്ട ആ ബെയറിങ്ങിൻ്റെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനൊരു ബേസ് ഉണ്ടാവും, അതിൽ 4 ഹോൾസ് ഉണ്ടാവും, പിന്നെ അതിന് ശേഷം ബെയറിങ്ങിൻ്റെ അകം പോർഷനാണിത് അല്ലേ. അപ്പോൾ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ബ്ലോക്കാണ്, അതിനുശേഷം അതിനൊരു ബുഷ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു, ദെൻ ഒരു ഡിസ്ക് ഉണ്ട് അല്ലേ, ദെൻ ലാസ്റ്റ് എന്ന് പറയുന്നത് ഷാഫ്റ്റ് ഉണ്ട്. ഓക്കെ, ഇത്രയുമാണ് ഇതിനകത്ത് വരുന്ന ഫുഡ് സ്റ്റെപ്പ് ബെയറിങ്ങിൽ വരുന്ന പാർട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ തന്നിട്ടുള്ള പാർട്സ് വെച്ചുകൊണ്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യുക, അസംബിൾ ഡ്രോയിങ് ചെയ്യുക. ലെഫ്റ്റ് സൈഡിൽ തന്നിട്ടുള്ളത് നമ്മുടെ ക്വസ്റ്റ്യൻ ആണ്. പാർട്സ് തന്നിട്ടുണ്ട്, ഇതിനെ അസംബിൾ ചെയ്ത് വരച്ച വ്യൂ ആണ്. അസംബിൾ ചെയ്തതിന് ശേഷം അതിൻ്റെ ഫ്രണ്ട് വ്യൂവും അതിൻ്റെ ടോപ്പ് വ്യൂവും വരയ്ക്കണം. ഓക്കെ, ഇതാണ് നമ്മുടെ ആൻസർ, ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, നമ്മൾ ഈ ബ്ലോക്ക് വരയ്ക്കുക. ബ്ലോക്ക് മാത്രം നമ്മൾ ആദ്യം വരയ്ക്കുക. അതിനുശേഷം അതിനകത്ത് എന്ത് വരയ്ക്കുക, ഈ ബുഷ് വരയ്ക്കുക. ഓക്കെ, ഈ പാർട്ടിൽ എന്ത് ചെയ്യുക, ബുഷ് വരയ്ക്കുക. ദെൻ എന്ത് ചെയ്യുക, ഈ ഡിസ്ക് വരയ്ക്കുക. ഓക്കെ, ലാസ്റ്റ് എന്ത് ചെയ്യുക, ഷാഫ്റ്റ് വരയ്ക്കുക. അപ്പോഴത്തേക്കും നമുക്ക് ഫ്രണ്ട് വ്യൂ, അതിൻ്റെ അസംബിൾ വ്യൂ കിട്ടും. അതിനുശേഷം ഇതിൻ്റെ ടോപ്പ് വ്യൂ വളരെ സിമ്പിളാണ്. ഈ ഡയമെൻഷൻസ് നോക്കി വരയ്ക്കുക. അതിനുശേഷം ബുഷിൻ്റെ ഡയമീറ്റർ മാർക്ക് ചെയ്യുക, ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ മാർക്ക് ചെയ്യുക, ദെൻ നമ്മുടെ ബുഷിൻ്റെ തന്നെ ഇന്നർ ഡയമീറ്റർ ഉണ്ടാവും, അതും മാർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ടോപ്പ് വ്യൂ കിട്ടും. ഓക്കെ, ആദ്യം നമ്മൾ വരയ്ക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുഷാണ്. ബുഷിൻ്റെ ഇത്രയും പാർട്ട് നമ്മൾ വരയ്ക്കും. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ ആ 3 പാർട്ടും പ്രത്യേകം കാണിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ തന്നിട്ടുള്ള ബ്ലോക്ക് ആദ്യം വരയ്ക്കുക. ഓക്കെ, ഈ ബ്ലോക്കിൻ്റെ ഇത്രയും ഡയമെൻഷൻസ് നമുക്കിപ്പോൾ ഇത് നോക്കിയേ, ഇത് മുതൽ ഇതുവരെ എത്രയുണ്ട്, 220 mm ഉണ്ട്. 220 mm എന്ന് പറയുന്നത് നമുക്ക് സ്കെയിലെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളിതിൻ്റെ പകുതി, അതായത് റേഷ്യോ എടുത്ത് വരയ്ക്കുക അല്ലേ. ഇതിപ്പോൾ ഒരു 1:2 റേഷ്യോയിൽ വരയ്ക്കുക. അപ്പോൾ എല്ലാ ഡയമെൻഷൻസിനും പകുതി എടുത്ത് നമ്മൾ വരച്ച് പോവുക. ഇതിപ്പോൾ 220 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 110 എടുക്കുക. ഓക്കെ, അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, ഇത് മുതൽ ഇതുവരെ ഒരു 110 mm വരയ്ക്കുക. അതിനുശേഷം 110ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 50.5 വെച്ചുകൊണ്ട് അല്ലേ, അതായത് 5.5 സെൻറ്റിമീറ്ററിൽ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുക, ഒരു സെൻട്രൽ ലൈൻ കണ്ടുപിടിക്കുക. ദെൻ ഇത് മുതൽ ഇതുവരെയുള്ള 20 mm എടുക്കുക. അപ്പോൾ നമുക്ക് 20 mm കിട്ടി. ദെൻ നമ്മൾ ഇത്രയും മാർക്ക് ചെയ്തു, ഇവിടെയും അതുപോലെ മാർക്ക് ചെയ്തു. ദെൻ ഇത് മുതൽ ഇതുവരെ എത്രയാണെന്ന് പറയുന്നുണ്ട്, 70
6 എന്ന് പറയുന്നുണ്ട്. നേരത്തെ 20 അല്ല എടുക്കേണ്ടത്, 10 ആണ് എടുക്കേണ്ടത്. 76ൻ്റെ പകുതി എടുക്കുക. നമ്മളെല്ലാം 1:2 റേഷ്യോയിൽ വരയ്ക്കുകയാണ്. അപ്പോൾ ഇത് മുതൽ ഇതുവരെ മാർക്ക് ചെയ്യുക. അങ്ങനെ നമുക്ക് ഇത്രയും പാർട്ട് ആദ്യം നമുക്ക് വരച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ അതിൻ്റെ ബ്ലോക്ക് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇനി നമ്മുടെ ബുഷ് ഇൻസേർട്ട് ചെയ്യുകയാണ്. ഇനി എന്താണ്, നമ്മൾ ഈ ബുഷ് ഇതിലേക്ക് വരയ്ക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ പാർട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊന്ന് കാണിച്ചു തരാം. പാർട്ട് മനസ്സിലാക്കേണ്ടത് ബുഷ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുകയാണ്. ബുഷ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ കണ്ടോ, നമ്മൾ വരയ്ക്കുമ്പോൾ ബുഷ് ഇതുപോലെ നമ്മൾ വരയ്ക്കണം. ഓക്കെ, നമ്മളിങ്ങനെ ബുഷ് ഇൻസേർട്ട് ചെയ്യുന്നു. അപ്പോൾ ആ ബുഷാണ് നമ്മളിനി വരയ്ക്കേണ്ടത്. മനസ്സിലായോ? അപ്പോൾ ഇതൊരൊറ്റ പീസാണ് ബുഷ്. ആ ബുഷ് നമ്മൾ നേരെ ഇൻസേർട്ട് ചെയ്തു. ദെൻ നമ്മൾ എന്ത് ചെയ്തു, അവിടെ ആ ഡിസ്ക്കാണ് നമ്മളിവിടെ വരയ്ക്കേണ്ടത്. ഓക്കെ, ആ ഡിസ്ക് നമ്മൾ വരയ്ക്കുമ്പോൾ ഡിസ്ക് നമ്മൾ വരച്ചു. ഇതടുത്ത പാർട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബ്ലോക്ക് ഉണ്ടായിരുന്നു, ബ്ലോക്കിൽ നമ്മൾ ബുഷ് ഇൻസേർട്ട് ചെയ്തു. ദെൻ അതിന് ശേഷം ഡിസ്ക്, അറ്റ് ലാസ്റ്റ് നമ്മൾ എന്താണ് അതിനകത്തേക്ക് ഷാഫ്റ്റ് ഇൻസേർട്ട് ചെയ്യുക. ഓക്കെ, അതിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഷാഫ്റ്റ് ഇൻസേർട്ട് ചെയ്യുക. ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ പാർട്സ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ആദ്യം നമ്മൾ ബ്ലോക്ക് വരച്ചു, ബ്ലോക്ക് ഇത്രയും വരച്ചു. അതിനുശേഷം നമ്മൾ ആ ബുഷ് പീസ് വരച്ചു. ഓക്കെ, ദെൻ നമ്മൾ ആ ഡിസ്ക് വരച്ചു. ദെൻ ലാസ്റ്റ് നമ്മുടെ ഷാഫ്റ്റ് വരച്ചു. അപ്പോൾ എൻ്റെ പാർട്സ് എന്ന് പറയുന്നത് ഷാഫ്റ്റ് ഉണ്ട്, ഡിസ്ക് ഉണ്ട്, ദെൻ ബുഷ് ഉണ്ട്, ദെൻ ലാസ്റ്റ് ബ്ലോക്ക് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നോക്കിയേ, നമ്മൾ ആദ്യം ബ്ലോക്ക് വരയ്ക്കുന്നത് ഇത് മുതൽ ഇതുവരെ നമുക്ക് എത്രയുണ്ട്, 220 ഉണ്ട്. അപ്പോൾ അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 110 ഉണ്ടല്ലേ. നമുക്ക് ആ 110 മാർക്ക് ചെയ്യാം. ൽ തന്നെ അതിൻ്റെ സെൻറ്റർ പോയിൻറ്റ് 5.5 ആണ്. അത് നമ്മൾ മാർക്ക് ചെയ്തു. ആ സെൻറ്റർ പോയിൻറ്റിൽ നമ്മളൊരു ചെയിൻ ലൈൻ, സെൻറ്റർ ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, ദെൻ ഇത് മുതൽ ഇതുവരെ 20 ആണ്. അപ്പോൾ നമ്മളതിന് 10 വരയ്ക്കുന്നു. രണ്ടറ്റത്തും നമ്മൾ എന്ത് വരയ്ക്കുന്നു, 10 വരയ്ക്കുന്നു. ഓക്കെ, ദെൻ ഓക്കെ, ഇത് മുതൽ ഇതുവരെ എത്രയാണ്, ഇത് മുതൽ ഇതുവരെ നമുക്ക് തന്നിട്ടുണ്ട്. ഈ സർക്കിൾ നോക്കിയേ, 120 തന്നിട്ടുണ്ട്. അതായത് ഇത് മുതൽ ഇതുവരെ 120. നമ്മൾ 1:2 റേഷ്യോയിലാണ് വരയ്ക്കുന്നത്. അപ്പോൾ 60ൻ്റെ പകുതി 30 എടുത്ത് മാർക്ക് ചെയ്യുക. നമ്മളിവിടെ നിന്ന് എത്ര മാർക്ക് ചെയ്യുക, 30 എടുത്ത് മാർക്ക് ചെയ്യുക. ഓക്കെ, സെൻറ്റർ പോയിൻ്റ് ഇതാണ്. അവിടെ നിന്ന് നമ്മളൊരു 30 അങ്ങോട്ടും 30 ഇങ്ങോട്ടും മാർക്ക് ചെയ്യുക. നമ്മളിവിടെ നിന്ന് ഇങ്ങോട്ട് 30, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 30 മാർക്ക് ചെയ്തു. ദെൻ ഇത് മുതൽ ഇതുവരെ എത്രയാണ്, 76 ആണ്. 76ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ എത്രയാണ്, 38 അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 38 മാർക്ക് ചെയ്യുക. ഇവിടെയും അതുപോലെ 38 മാർക്ക് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഇതിനെ ക്ലോസ് ചെയ്യാം. ഓക്കെ, നിൽക്കട്ടെ. ഇനി ഏതാ വേണ്ടത്, നമുക്ക് ഈ രണ്ട് സെൻട്രൽ ലൈൻ മാർക്ക് ചെയ്യണം. അത് നമുക്ക് തന്നിട്ടുണ്ട്, 160 തന്നിട്ടുണ്ട്. 160ൻ്റെ പകുതി 80 ആണ്. 80ൻ്റെ പകുതി 40 എടുത്തിട്ട് നമ്മളിതിൻ്റെ സെൻട്രൽ ലൈൻ മാർക്ക് ചെയ്യുന്നു. അവിടെ മാർക്ക് ചെയ്തു, ഇവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി നോക്കിയേ, ഇത് മുതൽ ഇതുവരെ എത്രയാണ്, 80 ആണല്ലേ. അപ്പോൾ 80ൻ്റെ പകുതി 40 ആണ്. 40ൻ്റെ പകുതി വരുമ്പം 20 എടുത്തിട്ട് നമ്മളെന്ത് ചെയ്തു, ഇവിടെ ഇതിങ്ങനെ വരച്ചു. ഇപ്പോൾ നമ്മൾ വരച്ചത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ബ്ലോക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഓക്കെ, ഇനി ബുഷ് നോക്കാം. നോക്കിയേ, ബുഷിന് ഡയമെൻഷനിൽ നോക്കിയേ. ബുഷിൻ ഡയമെൻഷനിൽ നമ്മളിവിടെ നേരത്തെ ഒരു 76 അല്ലേ മാർക്ക്, ഇവിടെ 73 ഉള്ളൂ. അപ്പോൾ ഒരു 3 mm കുറവുണ്ട്. 3 mm എന്ന് പറയുന്ന പോർഷനിലാണ് നമ്മൾ സ്നഗ് എന്ന് പറയുന്ന ഒരു പോർഷൻ വരയ്ക്കേണ്ടത്. അതൊരു സ്പേസിംഗ് ആണ്, ഇവിടെ വരയ്ക്കേണ്ട ഒരു സ്പേസിംഗ് ആണ്, നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, അല്ലാതെ ഡയമെൻഷൻസ് എന്ന് പറഞ്ഞാൽ നോക്കിയേ, ഇത് മുതൽ ഇതുവരെ 60 ആണ്. ഓക്കെ, ഇത് മുതൽ ഇതുവരെ 80 ആണ്. കണ്ടോ, ഈ സർക്കിളിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്, 80 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക്
ഇത് മുതൽ ഇതുവരെ ഇത് 60 ആണെന്നുണ്ടെങ്കിൽ 60ൻ്റെ പകുതി 30 15 15 എടുത്തിട്ട് നമുക്കത് മാർക്ക് ചെയ്യാം. നമ്മൾ 30 എടുക്കാൻ കാര്യം എന്തായിരുന്നു? 1:2 വരയ്ക്കുന്നതുകൊണ്ടാണ്. 15 15 എടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ആ ബുഷ് മാർക്ക് ചെയ്യാം. ഓക്കെ, ബുഷ് വരച്ചു. ഇനി നോക്കി, നമ്മൾ അസംബ്ലി ഡ്രോയിങ്ങിനകത്ത് ഇത് ഇങ്ങനൊരു പോർഷൻ വന്നിരിക്കുന്നു. നോക്കിയേ, ഇത് ബ്ലോക്കാണ്, ഇത് ബുഷാണ് അല്ലേ? ബുഷിൽ കണ്ടോ ഇങ്ങനെ ഒരു സ്പേസിങ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ സ്പേസിങ് നമുക്ക് മാർക്ക് ചെയ്യണം. ഇത് മുതൽ ഇതുവരെയും എത്രയാണ് ഡിസ്റ്റൻസ് നോക്കിയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, നോക്കിയേ, 15 വെച്ചിട്ടാണ് അവിടുത്തെ ഡിസ്റ്റൻസ് ഉള്ളത് അല്ലേ? അപ്പോൾ നമുക്ക് അവിടെ നിന്ന് 15ൻ്റെ പകുതി എത്രയാണ്? 7.5 അല്ലേ? 7.5 നമുക്ക് നോക്കാം. 7.5 അവിടെയും മാർക്ക് ചെയ്തു, നമ്മളിവിടെയും മാർക്ക് ചെയ്തു. ഇതുപോലെ ഈ സൈഡിൽ മാർക്ക് ചെയ്യുക. നമ്മളിപ്പോൾ 7.5 ഡിസ്റ്റൻസ് മുകളിലും താഴെ എടുത്തതിന് ശേഷം ഈ സ്പേസിങ് നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താ വരയ്ക്കേണ്ട? ഡിസ്ക്കാണ്. ഡിസ്കിൻ്റെ ഡയമെൻഷൻ നോക്കിയേ, 15 ആണ് ഇതിൻ്റെ ഹൈറ്റ്. അപ്പം നമുക്ക് 15 എന്ന് പറയുമ്പോൾ നമുക്ക് 15ൻ്റെ പകുതി 1:2 വരയ്ക്കുമ്പോൾ 7.5 അല്ലേ? അത് വെച്ചിട്ട് എന്ത് ചെയ്യുക? നമ്മൾ ഡിസ്ക് വരയ്ക്കുക. ഡിസ്ക് വരച്ചതിന് ശേഷം നമ്മുടെ ഷാഫ്റ്റ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഓക്കെ, നമ്മളത് മാർക്ക് ചെയ്തു. ദെൻ ഇനി എന്താ വരയ്ക്കേണ്ടത്? ലാസ്റ്റ് ഷാഫ്റ്റ് വരയ്ക്കുക. ഷാഫ്റ്റ് വരയ്ക്കുന്നതിന് മുമ്പ് ഷാഫ്റ്റ് വരയ്ക്കാൻ നമ്മുടെ ബുഷ് ഇത്ര ആയതിനു ശേഷം ബുഷിന് ഇതാ ഈ ഒരു എൻഡ് ഉണ്ടല്ലോ നമുക്ക് മാർക്ക് ചെയ്യാൻ. ഈ എൻഡ് ഇത് നമ്മൾ മാർക്ക് ചെയ്തില്ലല്ലോ. ഈ എൻഡ് നോക്കിയേ, ഇത് മുതൽ ഇതുവരെ എത്രയുണ്ട്? 96 എന്ന് കൊടുത്തിട്ടുണ്ടല്ലേ? ഇതേ വലിയ സർക്കിൾ 96. അപ്പോൾ 96ൻ്റെ പകുതി എത്രയാണ്? 48 അല്ലേ? 48 എന്ന് 24 മാർക്ക് ചെയ്യുക. 24 ഇവിടെ മാർക്ക് ചെയ്തു. അടുത്ത 24 നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തു. ഹൈറ്റ് എത്രയാണ്? 18 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പകുതിയാകുമ്പോൾ 9 ആണല്ലേ? മാർക്ക് ചെയ്തു. ശരി, നമ്മൾ ക്ലോസ് ചെയ്യും. ലാസ്റ്റ് എന്ത് ചെയ്യുക? ഷാഫ്റ്റ് വരയ്ക്കുക. ഓക്കെ, ഷാഫ്റ്റ് വരച്ചു. അപ്പോൾ ഏതാണ്ട് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ആയിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഷെയ്ഡ് ചെയ്യേണ്ട പോർഷൻസ് എല്ലാം എന്ത് ചെയ്യുക? ഷെയ്ഡ് ചെയ്യുക. ഷെയ്ഡ് ചെയ്യുക മീൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സെക്ഷൻ വ്യൂ എന്തിനാണ്? ഞാനൊരു കട്ട് സെക്ഷൻ വ്യൂ ആദ്യത്തെ ടോപ്പിക്ക് ക്ലാസ് നമ്മൾ ഈ ടോപ്പിക്ക് തുടങ്ങിയപ്പോൾ ഒരു കട്ട് സെക്ഷൻ കാണിച്ചായിരുന്നു. അതുപോലെ കട്ട് ചെയ്ത വ്യൂ ആയതുകൊണ്ടാണ് നമ്മൾ ഇതുപോലത്തെ ഒരു ഷെയ്ഡ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ഇതിനകത്ത് നമ്മൾ ഡിസ്ക് ഇടുമ്പോൾ ഡിസ്കിലൊരു കീ പോലൊരു ഇത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ആ ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യാതിരിക്കാനുള്ളത്. അത് നമുക്ക് മാർക്ക് ചെയ്യാം. നമ്മൾ ആ ബുഷിന് വേറൊരു ഷെയ്ഡിങ് കൊടുത്തു, ബ്ലോക്കിന് കൊടുത്തു. ഇനി നമുക്ക് ഏതാണ്? നമ്മുടെ ഡിസ്കിന് ഷെയ്ഡിങ് കൊടുക്കണം. ഓക്കെ, നമ്മൾ ഡിസ്കിന് കൊടുത്തു. ബ്ലോക്കിൻ്റെ ഷെയ്ഡിങ് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ ഫ്രണ്ട് വ്യൂ എല്ലാം കഴിഞ്ഞു. ഇനി നോക്കിയാൽ നമ്മൾ ഈ സെൻട്രൽ ലൈൻ മാർക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ ഇവിടെ ഈ ഹോൾ ഡയമെൻഷൻ നമ്മൾ കൊടുക്കണമായിരുന്നു. അതായത് ഇത് 18 ആണ് ഇതിൻ്റെ ഹോൾ ഡയമെൻഷൻ. നമ്മൾ 1:2 വരച്ചുകൊണ്ട് 18ൻ്റെ പകുതി 9 എടുക്കുക. 9 ആകുമ്പോൾ 9ൻ്റെ പകുതി ഇങ്ങോട്ട്, പകുതി ഇങ്ങോട്ട്. അപ്പോൾ 4.5 ഇവിടെ, 4.5 അത് വെച്ചിട്ട് നമ്മൾ ഹോളും കൊടുത്തു. ഓക്കെ, അപ്പോൾ ഫ്രണ്ട് വ്യൂ അറൗണ്ട് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഓക്കെ, ഇതാണ് നമ്മുടെ അസംബിൾഡ് വ്യൂ. ഫ്രണ്ട് വ്യൂ കഴിഞ്ഞു. ഇനി ഏതാ വരയ്ക്കേണ്ടത്? നമുക്ക് ഈ ടോപ്പ് വ്യൂ ആണ് വരയ്ക്കാനുള്ളത്. ഓക്കെ, അത് നമുക്ക് എങ്ങനെയാണ് വരയ്ക്കണമെന്ന് നോക്കാം. ടോപ്പ് വ്യൂ വരയ്ക്കാനായിട്ട് ഇത് മുതൽ ഇതുവരെ എത്രയുണ്ട്? 160 ഉണ്ട്. 160ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 80 ഉണ്ട്. ഇതാണ് എൻ്റെ സെൻറ്റർ പോയിൻ്റ് അല്ലേ? ഇങ്ങോട്ട് 4, ഇങ്ങോട്ട് 4. നമുക്ക് ആ സെൻറ്റർ ലൈൻ ഉണ്ട്. ഇനി ആ 4 വെച്ചുകൊണ്ട് ഇത് മൊത്തത്തിൽ എത്രയുണ്ട്? 220 ഉണ്ട്. നമുക്കറിയാം 5.5 എടുത്ത് വരച്ചാൽ മതി. നമ്മൾ ആ സെൻറ്റർ ലൈൻ കംപ്ലീറ്റ് ചെയ്തു. ഈ സെൻട്രൽ ലൈനിൽ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു റെക്റ്റാങ്കിൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. റെക്റ്റാങ്കിൾ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഇത് മുതൽ ഇതുവരെ 220, അതിൻ്റെ പകുതി 110, ഇത് മുതൽ ഇതുവരെ 160, അതിൻ്റെ പകുതി 80 വെച്ച് റെക്റ്റാങ്കിൾ കംപ്ലീറ്റ്. അതാദ്യം കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, നമ്മളത് കംപ്ലീറ്റ് ചെയ്തു. ദെൻ ഈ 4 ഹോള് വരയ്ക്കുന്നതിനായിട്ട് സെൻറ്റർ പോയിൻറ്റിൽ നിന്ന് 160 ആണ് പറയുന്നത്.
ഓക്കെ, ഇവിടെയും സെൻറ്റർ പോയിൻ്റിൽ നിന്ന് 160 ടോട്ടൽ ഉണ്ടായിരുന്നത്. ഈ ഹോളുകൾ തമ്മിലുള്ളത് 160 പറയുന്നത്. ഈ സൈഡിലാകുമ്പോൾ ഹോളുകൾ തമ്മിലുള്ള 100 പറയുന്നത്. 160ൻ്റെ പാതി എന്ന് പറയുമ്പോൾ 80. 80ൻ്റെ പാതി ഇവിടെ നിന്ന് ഇങ്ങോട്ട് 40 എടുത്തൊരു സെൻട്രൽ ലൈൻ മാർക്ക് ചെയ്യുക, ഇവിടെയും. ദെൻ ഇവിടെ മാർക്ക് ചെയ്യാനായിട്ട് 100ൻ്റെ പാതി ആകുമ്പോൾ 50, 1:2 വരച്ചുകൊണ്ട് 50ൻ്റെ പാതി 25, ഇവിടെ നിന്ന് 25ഉം ഇവിടെ നിന്ന് 25 എടുത്തിട്ട് അടുത്ത സെൻട്രൽ ലൈൻ മാർക്ക് ചെയ്യുക. നമുക്ക് ഒരെണ്ണം ഞാൻ കാണിച്ചു തരാം. 80, 80ൻ്റെ പാതി ആയപ്പോൾ 40 നമ്മൾ 40 എടുത്തിട്ട് 2 സെൻട്രൽ ലൈൻ മാർക്ക് ചെയ്യുകയാണ്. ഓക്കെ, ദെൻ ഇവിടെ എത്രയാണ്? 100. അപ്പോൾ അതായപ്പോൾ 50 അല്ലേ, 25. അതെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അടുത്ത സെൻട്രൽ ലൈൻ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, 2 പോയിൻ്റ് കിട്ടി. നമുക്ക് വരയ്ക്കേണ്ട ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ 518, ഡയമീറ്റർ 18 ആയ ഡയമീറ്റർ 9, 4.5 റേഡിയസ് എടുത്ത് 4 സർക്കിൾ വരയ്ക്കുക. ഇതുപോലെ 4.5 റേഡിയസ് എടുത്തിട്ട് 4 സർക്കിൾ വരയ്ക്കുക. ഓക്കെ, ദെൻ ലാസ്റ്റ് എന്താ ചെയ്യേണ്ടത്? ഇനി എന്താ ചെയ്യേണ്ടത് നോക്കി. നമ്മുടെ ഇതുതൊട്ട് ഇതുവരെ ഉള്ളൊരു സർക്കിൾ വരയ്ക്കുക. ഓക്കെ, ഇതുതൊട്ട് ഇതുവരെ ഉള്ളതിൻ്റെ ഒരു സർക്കിൾ വരയ്ക്കുക. ദെൻ ഈ ഒരു 96ൻ്റെ ഒരു സർക്കിൾ വരയ്ക്കുക. ദെൻ ഈ ഒരു സർക്കിൾ വരയ്ക്കുക. ഇത്രയാണ് നമുക്കിനിയുള്ളത്. നമുക്ക് ആദ്യം നോക്കാം. ഇതെത്രയുണ്ട്? 120. 120ൻ്റെ പാതി 60 അല്ലേ, 1:2 ആയപ്പോൾ 60. അപ്പോൾ അതിൻ്റെ 60ൻ്റെ റേഡിയസ് എടുക്കുമ്പോൾ 30 എടുക്കുക. 30 എടുത്തിട്ട് ഓക്കെ, ദെൻ ഇതെത്രയാണ്? 84. 84 എന്ന് പറയുന്നത് ഈ ഒരു ക്ലിയറൻസ് ലൈനാണ് 84. 84നെ നമ്മൾ ഹിഡൻ ലൈനാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി അതുപോലെ തന്നെ നമുക്ക് എന്ത് മാർക്ക് ചെയ്യാം? 120 മാർക്ക് ചെയ്തു, നമ്മൾ 84 മാർക്ക് ചെയ്തു. ഇനി ഇവിടുത്തെ ഡയമെൻഷൻസ് ഉണ്ടായിരുന്നല്ലോ, ഈ ഡയമെൻഷൻസ് ഒരു 80 മാർക്ക് ചെയ്യണം, ഒരു 96 മാർക്ക് ചെയ്യണം അല്ലേ. 80ൻ്റെ പാതി 40 ആണ്, 1:2 എടുത്തുകൊണ്ട്. അപ്പോൾ നമുക്ക് 20 എടുത്തുകൊണ്ട് ഒരു സർക്കിൾ. ഓക്കെ, ദെൻ 96 ഉണ്ട്. 96ൻ്റെ പാതി എത്രയാണ്? 96ൻ്റെ പാതി 1:2 ആയപ്പോൾ 48 ആണ്. 40ൻ്റെ പാതി ആയപ്പോൾ 24 എടുക്കുക. ഓക്കെ, ഇനി എന്താ എടുക്കേണ്ടത്? നമ്മൾ ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ ഉണ്ടല്ലോ, ഷാഫ്റ്റ് ഡയമീറ്റർ 60 ആയിരുന്നു, അതിൻ്റെ പാതി 30 ആയിരുന്നു. അപ്പോൾ നമുക്കൊരു 1.5 എടുത്തുകൊണ്ട് എന്ത് വരയ്ക്കുക? ഷാഫ്റ്റ് ഡയമീറ്റർ വരയ്ക്കുക. ഓക്കെ, ഇതല്ലാണല്ലോ നമ്മുടെ ഫുള്ളായിട്ടുള്ള അസംബിൾഡ് വ്യൂ, ശരിയല്ലേ? നോക്കി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് 1-2 തവണ നിങ്ങൾ കണ്ടു നോക്കുക, മെഷർമെൻറ്റ്സ് എടുത്തൊക്കെ നോക്കുക. നമ്മൾ മെഷർമെൻറ്റ് ഇതിനകത്ത് വരച്ചതെല്ലാം, എല്ലാത്തിൻ്റെയും മെഷർമെൻറ്റ്സ് നമ്മൾ 1:2 റേഷ്യോയിലാണ് വരച്ചത്. എത്രയാണ്? 1:2 റേഷ്യോയിലാണ് നമ്മൾ വരച്ചത്. അപ്പോൾ 80 ആണെന്നുണ്ടെങ്കിൽ 40 എടുത്തു അല്ലേ, 80 ആണെന്നുണ്ടെങ്കിൽ 40 എടുത്തു, അങ്ങനെയാണെങ്കിൽ 50 ആണെന്നുണ്ടെങ്കിൽ 25 എടുത്തു. അതുപോലെ ഇപ്പോൾ മെഷർമെൻറ്റ്സ് നോക്കിയെടുക്കുക, ക്ലാസ് 1-2 തവണ കാണുക. ഓക്കെ.